ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റിന്റെ ചോദ്യങ്ങൾ കഠിനമാക്കുന്നു. ഓപ്ഷനുകൾ 3-ൽ നിന്ന് 4 വർദ്ധിപ്പിക്കും. പരിഷ്കാരം അടുത്ത മാസം നിലവിൽ വരും. ഇപ്പോഴുള്ള ചോദ്യങ്ങൾ വളരെ എളുപ്പമെന്നാണ് വിലയിരുത്തൽ. റോഡ് നിയമങ്ങൾ പഠിപ്പിക്കാൻ MVD ലീഡ്സ് ആപ്പ് ഭാവിയിൽ ലേണേഴ്സ് സർട്ടിഫിക്കറ്റ് ആപ്പ് വഴിയാക്കാനും ആലോചനയുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരുന്നു. പ്രശാന്ത്, ഈ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഒരുപക്ഷെ ലേണേഴ്സ് ടെസ്റ്റ് ആയിരുന്നു ഏറ്റവും എളുപ്പം. ഇനിയിപ്പോൾ അതും കഠിനമാകും. അതെ കൃഷ്ണരാജ്, അത് തന്നെയാണ്. ഈ ലേണേഴ്സ് ടെസ്റ്റും കഠിനമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നത്. നിലവിൽ സാങ്കേതിക സംവിധാനങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പുതിയ രീതിയിൽ കാലത്തിൻ്റെ മാറ്റങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സംവിധാനമാണ് ഇപ്പോൾ MVD ലക്ഷ്യം വയ്ക്കുന്നത്. അതിന് സാങ്കേതിക വിദ്യയുടെ അടക്കം സഹായം ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരു പുതിയ മാറ്റം, ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നിലവിലെ ഈ ചോദ്യങ്ങൾ ഘടിപ്പിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകുന്നത്. മാത്രമല്ല, ചോദ്യങ്ങൾ ഇതിന് മുന്നോടിയായിട്ടാണ് ഒരു ലീഡ് ആപ്പ് തയ്യാറാക്കുന്നത്. ആ ആപ്പിൽ ലീഡ് ആപ്പ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആ ആപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട ലേണേഴ്സിന് ആവശ്യമായ ചോദ്യങ്ങളടക്കം ഉൾപ്പെടുത്തും എന്നും അറിയാൻ കഴിയുന്നു. 1000-ലധികം ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ സാങ്കേതിക വിദ്യയെ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് അടിമുടി മാറാൻ ഉദ്ദേശിക്കുന്നു. അടുത്ത മാസം മുതലാണ് ഇത് ആരംഭിക്കുന്നത്, ഈ പുതിയ പരിഷ്കരണം ആരംഭിക്കുന്നത്. അതായത് ചോദ്യപേപ്പറിൻ്റെ എണ്ണം കൂടുന്നതുമായി ബന്ധപ്പെട്ട അടുത്തതാണ് 20 ക്വസ്റ്റ്യനിൽ 12 എണ്ണം മാത്രമാണ് നിലവിലുള്ളതെങ്കിൽ അതിൽ ആ ചോദ്യങ്ങളെല്ലാം സരളമാണെന്നൊരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു നിഗമനമാണ് ഇപ്പോൾ നിലവിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ അടുത്ത് അടക്കമുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ്റെ എണ്ണത്തിലും വർദ്ധിപ്പിക്കും. 3 എന്നുള്ളത് 4 മാറ്റിക്കൊണ്ട് ചോദ്യങ്ങളെ കുറച്ചുകൂടി കഠിനമാക്കുക എന്നതാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതിലൂടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകൾ നടത്തുവാനും ഒക്കെയാണ് മോട്ടോർ വകുപ്പിന് ഇപ്പോൾ തീരുമാനം ഉണ്ടാക്കുന്നത്. അതിലൂടെ തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിന് വേണ്ടിയിട്ടാണ് ഒരു ആപ്ലിക്കേഷൻ പുറത്തെടുക്കുന്നത്. ലീഡ് ആപ്പ് എന്ന പേര് ഒരു ആപ്ലിക്കേഷൻ കൂടി പുറത്തെടുക്കും. അതിൽ ഈ ചോദ്യാവലികൾ തയ്യാറാക്കുന്നുണ്ട്. 1000-ലധികം ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട റോഡ് നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. ആ ചോദ്യങ്ങളിൽ നിന്ന് എടുക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ പരിഷ്കരണങ്ങൾ ആപ്ലിക്കേഷൻ വഴി ഉണ്ടാക്കാനും മോട്ടോർ വാഹന വകുപ്പ് തയ്യാറെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അടിമുടി ഒരു പരിഷ്കരണം, ആ അടിമുടി പരിഷ്കരണം വരുമ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വരുന്നവർക്ക് എത്ര കണ്ട് ബുദ്ധിമുട്ടാകും എന്നതും വലിയ രീതിയിൽ നമുക്ക് അവരുടേതായിട്ടുള്ള ആശങ്കകൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഈ ലേണേഴ്സ് ടെസ്റ്റ് വളരെ സരളമായിട്ട് 20 ക്വസ്റ്റ്യൻ ഉള്ളത് 12 എണ്ണം ജയിച്ചാൽ മാത്രം മതി എന്നുവെങ്കിൽ ആ 12 എണ്ണത്തിൽ തന്നെ നിലവിൽ 12 എണ്ണം തന്നെ ആണെങ്കിൽ പോലും അതിലെ ഓപ്ഷനുകളുടെ എണ്ണം വർദ്ധിക്കും, ഉത്തരത്തിൻ്റെ ഓപ്ഷനുകളുടെ എണ്ണം വർദ്ധിക്കും. അതോടൊപ്പം തന്നെ കഠിനമായ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാകും പുതിയ പരിഷ്കരണം ആണെന്നാണ് ഇപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പ് അതിൻ്റെ ഒരു തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ലേണേഴ്സ് ടെസ്റ്റ് എടുക്കാൻ പരിശീലനം തന്നെ കഠിനമേറിയതാണ്. അക്കൂട്ടത്തിൽ ഇനിയിപ്പോൾ ആകെ എളുപ്പമായിരുന്ന ലേണേഴ്സ് ടെസ്റ്റ് കൂടി കടുപ്പമേറിയ ചോദ്യങ്ങൾക്ക് വിധേയമാകും എന്നാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.